ചങ്ങനാശ്ശേരി തുരുത്തി മാതാ അമൃതാനന്ദമയി മഠത്തിലെ യുവജന വിഭാഗമായ അയുധിന്റെ നേതൃത്വത്തിൽ ശബരിമല വനത്തിൽ സീഡ് ബോളുകൾ നിക്ഷേപിച്ചു. അയുധിന്റെ പ്രകൃതി സംരക്ഷണ പരിപാടിയുടെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ PR ജയൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വിവിധ ഫലവൃക്ഷങ്ങളുടെ വിത്തുകൾ ജൈവവളങ്ങൾ ചേർത്ത് കുഴച്ച മണ്ണിൽ പൊതിഞ്ഞ് ബോളുകളാക്കിയെടുക്കുന്നതാണ് സീഡ് ബോളുകൾ. ഇവ വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്ത ശേഷം മണ്ണിൽ എറിയുകയും മഴയിൽ മൺബോളുകൾ കുതിർന്ന് വിത്തുകൾ മുളയ്ക്കുകയും ചെയ്യും. ചങ്ങനാശ്ശേരി തുരുത്തി മാതാ അമൃതാനന്ദമയി മഠത്തിലെ യുവജന വിഭാഗമായ ആയുധിന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ 10,000-ഓളം സീഡ് ബോളുകളാണ് എരുമേലി പ്ലാപ്പള്ളി ഭാഗത്ത് ശബരിമല വനത്തിൽ നിക്ഷേപിച്ചത്. ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ PR ജയൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പ്രകൃതി സംരക്ഷണ രംഗത്ത് മാതാ അമൃതാനന്ദമയി മഠം നടത്തുന്ന വൃശ്ചികം 1 വൃക്ഷം 1 വിത്തൂട്ട് തുടങ്ങിയ പദ്ധതികൾ ഏറ്റവും പ്രശംസനീയമാണെന്ന് അദ്ദേഹം പറഞ്ഞു. സുനാമി ബാധിത പ്രദേശങ്ങളിൽ 10 ലക്ഷം കാറ്റാടി വൃക്ഷത്തൈകൾ മഠത്തിന്റെ സഹകരണത്തോടെ വനംവകുപ്പ് നട്ടുപിടിപ്പിച്ചതായി അദ്ദേഹം അനുസ്മരിച്ചു. സുനാമിയുടെ കാലഘട്ടത്തിൽ 2004 ഡിസംബർ 26 അതിനുശേഷം നമ്മുടെ മനസ്സിൽ ഉദിച്ചു വന്ന അന്ന് രക്ഷപ്പെട്ട ആൾക്കാരെല്ലാം മരത്തിൽ പിടിച്ചായിരുന്നു. തീവാളിനോടൊപ്പം തന്നെ കാറ്റാടി തൈകൾ വെച്ചു. അന്ന് 1, 2 അല്ല 10 ലക്ഷം കാറ്റാടി തൈകൾ അമൃതാനന്ദമയി മഠത്തിന്റെ സഹായത്തോടെ കേരള വനംവകുപ്പ് അവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. തുരുത്തി മാതാ അമൃതാനന്ദമയി മഠം അധ്യക്ഷ സ്വാമിനി നിഷ്ഠാമൃത പ്രാണ അധ്യക്ഷത വഹിച്ചു. എല്ലാറ്റിലും ഈശ്വര സാന്നിധ്യം ദർശിച്ച് പ്രകൃതിയെ സംരക്ഷിച്ചിരുന്നതാണ് ഭാരത സംസ്കാരമെന്നും ഇതിൽ നിന്നും നാം പിന്നോട്ട് പോയതാണ് ഇന്നുണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങൾക്ക് കാരണമെന്നും സ്വാമിനി ഓർമ്മിപ്പിച്ചു. വനത്തെയും പ്രകൃതിയെയും സംരക്ഷിക്കാൻ എല്ലാവരും കൂട്ടായി യത്നിക്കണമെന്നും സ്വാമിനി കൂട്ടിച്ചേർത്തു. വനമെന്ന് പറയുന്നത് നമ്മുടെ ഓക്സിജൻ സിലിണ്ടറാണ്. ഇവിടെ നിന്നാണ് നമുക്ക് ശ്വസിക്കാനുള്ള വായു, ശുദ്ധമായ വായു ലഭിക്കുന്നത്. ഭാവി തലമുറക്കും ഇത് ആവശ്യമാണ്. നമുക്കറിയാം, പ്രകൃതിയിൽ നിന്ന് നമ്മൾക്ക് എടുക്കാൻ 100 ഇരട്ടി ആവേശമാണ്. പക്ഷെ പ്രകൃതിയിലേക്ക് കൊടുക്കാനുള്ള ആവേശം നമുക്കുണ്ടാകണം. 50ഓളം വരുന്ന ആയുധ പ്രവർത്തകരും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും സീഡ് ബോളുകൾ വനത്തിൽ നിക്ഷേപിക്കുന്ന പരിപാടിയിൽ പങ്കാളികളായി. അമൃത ന്യൂസ്, കോട്ടയം.